ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകളുടെ സമയം എന്ന് പറയുന്നത് 6 മണിക്കൊരു ക്ലാസ്, 9 മണിക്കൊരു ക്ലാസ്, 12 മണി, 3 മണി, രാത്രി 8 മണി, 10:30 ഇങ്ങനെയാണ് ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ ഈ സമയം മറന്നു പോകും എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, പുതുതായിട്ട് ജോയിൻ ചെയ്തവർ, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം കേട്ടോ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാമിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ നാളെ ഏതൊക്കെ ക്ലാസ്സുകളാണ് വരുന്നത് എന്നുള്ളത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് തരാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ക്ലാസ് വരുന്ന മുറയ്ക്ക് അതിൽ തന്നെ കൃത്യമായിട്ട് ലിങ്കും ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാസ് പോലും മിസ്സായി പോകത്തില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഫോറിൻ വേർഡ്സ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ, ഫോറിൻ വേർഡ്സ്. അപ്പോൾ ഈ ഫോറിൻ വേർഡ്സ് എന്ന് പറയുന്നത് കുറച്ച് അതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അത് ഓർത്ത് വെക്കാനുള്ള ചെറിയ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഫോറിൻ വേർഡ്സ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ആൻറ്റോണിംസും സിനോണിംസും ഇഡിയംസും എല്ലാം നമ്മൾ കോഡ് യൂസ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറിൻ വേർഡ്സ് എന്ന് പറയുന്ന ഭാഗവും നമ്മൾ എന്താണ് ചെയ്യുന്നത്, കോഡ് യൂസ് ചെയ്തിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ക്ലാസ് കണ്ടതിന് ശേഷം നമ്മുടെ കോഡും കണക്ഷനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫോറിൻ വേർഡ്സ് കോഡിലൂടെ പഠിക്കാം. ഫോറിൻ വേർഡ്സ് ആണ്. അപ്പോൾ ചില വേർഡ്സിൻ്റെ എല്ലാം ഉച്ചാരണം വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ ഫോറിൻ വേർഡ്സ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഉച്ചാരണമൊന്നും ആയിരിക്കില്ല. നമുക്ക് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മാർക്ക് കിട്ടണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിക്കൊക്കെ ആയിരിക്കും നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വേർഡ് നോക്കാം, ബിയോമോണ്ടെ. ബിയോമോണ്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സൊസൈറ്റി എന്നാണ് മീനിങ്, ഹൈ സൊസൈറ്റി. ഓക്കെ, ഇപ്പോൾ ബിയോമോണ്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹൈ സൊസൈറ്റി എന്നാണ് മീനിങ്. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക, ഈ ബിയോമോണ്ടെ എന്ന് പറയുമ്പോഴേ ഇവിടെ ഒരു മോനെ എന്ന് പറയുന്ന ഒരു കണക്ഷൻ കൊടുക്കാം കേട്ടോ. അതായത് നിങ്ങൾ ഈ എൽസമ എന്ന ആൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം കണ്ടിട്ടുണ്ടോ? അതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡയലോഗ് ഉണ്ട്, നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള ആൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കാശുള്ള അവനെ എബി മോനെ എന്ന് വിളിക്കുന്നു, കാശില്ലാത്ത നിന്നെ പാലുണ്ണി എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് കേട്ടില്ലേ. അപ്പൊ കാശുള്ള അവനെ, അതായത് ഹൈ സൊസൈറ്റിയിലുള്ള ആളെ മോനെ എന്ന് വിളിക്കും, മോനെ എന്നൊക്കെ വിളിക്കും, അല്ലാത്തവരെ പാലുണ്ണി എന്ന് വിളിക്കും. ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തൂടെ. അപ്പൊ ബിയോമോണ്ടെ ഹൈ സൊസൈറ്റി. ഓക്കെ, അപ്പൊ മോണ്ടെ വെച്ചിട്ട് ഹൈ സൊസൈറ്റിയിലുള്ളവരെ മോണ്ടെ എന്നൊക്കെ വിളിക്കും അല്ലെ, അല്ലാത്തവരെ പാലുണ്ണി എന്ന് വിളിക്കും. ആ ഒരു ഡയലോഗ് കൊടുത്താൽ മതി കേട്ടോ, നമുക്ക് പെട്ടെന്ന് കിട്ടിക്കോളും. ബിയോമോണ്ടെ ഹൈ സൊസൈറ്റി കിട്ടിയോ? അടുത്തത് കാർട്ടെ ബ്ലാഞ്ച്. കാർട്ടെ ബ്ലാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രീഡം എന്നാണ് കേട്ടോ, കംപ്ലീറ്റ് ഫ്രീഡം. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ടേ, കാർട്ടെ ബ്ലാഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബ്ലാങ്ക് ചെക്ക് ഓർക്കാം, ബ്ലാങ്ക് ചെക്ക്. ഈ ബ്ലാങ്ക് ചെക്ക് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ വേണമെങ്കിലും അതിൽ എഴുതിയെടുക്കാനുള്ള ഫ്രീഡം ഉണ്ടായിരിക്കും അല്ലെ, കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടായിരിക്കും. എത്ര രൂപ വേണമെങ്കിലും എഴുതിയെടുക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ കാർട്ടെ ബ്ലാഞ്ച് ഓർക്കാലോ. ബ്ലാങ്ക് ചെക്ക് ആണെങ്കിൽ നമുക്ക് എത്ര രൂപ വേണമെങ്കിലും എഴുതിയെടുക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ഓക്കെ, അടുത്തത് ആൾട്ടർ എഗോയാണ് കേട്ടോ, ആഫ്റ്റർ അല്ലേ, ആൾട്ടർ ആണ്. ആൾട്ടർ എഗോ. ആൾട്ടർ എഗോ എന്ന് പറഞ്ഞാൽ ഇന്റിമേറ്റ് ഫ്രണ്ട് എന്നാണ് മീനിങ്. ആൾട്ടർ എഗോ എന്താണ്, ഇന്റിമേറ്റ് ഫ്രണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ ഈഗോ ഉള്ള ആളുകളെ ഒന്നും നമ്മൾ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ടായിട്ട് വെക്കത്തില്ല എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി കേട്ടോ. ആൾട്ടർ എഗോ എന്താണ്, ഇന്റിമേറ്റ് ഫ്രണ്ട്. അപ്പോൾ ഈഗോ ഉള്ള ആളുകളെ നമ്മൾ ഇന്റിമേറ്റ് ഫ്രണ്ടായിട്ട് വെക്കത്തില്ല എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അടുത്തത് അഡ്ഹോക്ക്. അഡ്ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ് ആണ്. അഡ്ഹോക്ക് എന്താണ് മീനിങ്, ക്രിയേറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇതിനെയാണ് അഡ്ഹോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ ഹോക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഹുക്കായിട്ട് ഓർക്കാം കേട്ടോ, ഹുക്ക്. അതായത് നമ്മളിപ്പോൾ ഒരു പുതിയ വീട്ടിൽ പുതിയൊരു അലമാരയൊക്കെ വാങ്ങിക്കുന്നതിന് മുന്നേ നമ്മൾ ഡ്രസ്സൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹുക്സ് ഒക്കെ കണക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിടത്തില്ലേ. അപ്പോൾ അതെന്തിനാ വേണ്ടിയിട്ടാണ്, ഒരു സ്പെഷ്യൽ പർപ്പസ് അല്ലെ, കുറച്ച് നേരത്തേക്ക് വേണ്ടി താൽക്കാലികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെയുള്ളതിനെയാണ് അഡ്ഹോക്ക് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ഈ ഹുക്കൊക്കെ നമ്മൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ അലമാരയൊക്കെ വാങ്ങിക്കുന്നത് വരെ നമ്മൾ താൽക്കാലികമായിട്ട് തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് ഹുക്കൊക്കെ വെക്കുന്നത് എന്നുള്ള രീതിയിൽ അഡ്ഹോക്ക് ക്രിയേറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ്. ഓക്കെ, താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് ചെയ്യുന്നതാണെന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. അടുത്തത് മാഗ്നം ഒപ്പസ്. മാഗ്നം ഒപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഓഫ് ആൻ ആർട്ടിസ്റ്റ്, റൈറ്റർ എക്സെട്ര. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ റൈറ്ററിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക്, അതിനെയാണ് മാഗ്നം ഒപ്പസ് എന്ന് പറയാം. അപ്പോൾ അത്
ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടേ ഇപ്പോൾ നല്ലൊരു വർക്കൊക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വേണ്ടി പോകും അല്ലേ, അവരുടെ ഒപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. ഒപ്പസ് ഓർക്കാമല്ലോ. അപ്പോൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ റൈറ്ററിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഒപ്പ് വാങ്ങിക്കാൻ പോകുന്ന ഓർത്താൽ മതി. അപ്പോൾ മാഗ്നം ഒപ്പസ് എന്താണ്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഓഫ് ആൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ റൈറ്റർ. ഓക്കെ, അടുത്തത് മിയാ കുൽപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ടു ബ്ലെയിം ആണ്. ഐ ആം ടു ബ്ലെയിം. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് മീ എന്നുള്ളൊരു വേർഡ് ഉണ്ടല്ലോ ഇവിടെ, മീ. അപ്പോൾ ഐ ആം ടു ബ്ലെയിം, ഞാനാണ് കുറ്റക്കാരൻ. കുൽപ്പ, ഞാനാണ് കുറ്റക്കാരൻ, ഞാനാണ് കുറ്റം ചെയ്തത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്താൽ മതി. മിയാ കുൽപ്പ, ഐ ആം ടു ബ്ലെയിം. അടുത്തത് ടെറ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്രൈവറ്റ് കോൺവെർസേഷൻ ആണ് കേട്ടോ. പ്രൈവറ്റ് കോൺവെർസേഷനെയാണ് ടെറ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൈവറ്റ് ആയിട്ട് കോൺവെർസേഷൻ ചെയ്യുന്നത്, അതായത് ഇങ്ങനെ രഹസ്യമായിട്ടൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റാണ് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. തെറ്റാണ്, പ്രൈവറ്റ് കോൺവെർസേഷൻ എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ ടെറ്റെ എന്താണ്? പ്രൈവറ്റ് കോൺവെർസേഷൻ. അടുത്തത് എൻറ്റെൻഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ. ഫ്രണ്ട്ലി അണ്ടർസ്റ്റാൻഡിങ് ആണ് എൻറ്റെൻഡേ. എങ്ങനെ നമുക്ക് ഓർക്കാൻ പറ്റുക? ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, നമുക്ക് എന്താണ് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. അവരെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കും അല്ലേ, അവരെൻ്റെയാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവത്തില്ലേ? നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ അവരെൻ്റെയാണ് എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടായിരിക്കും അല്ലേ. അപ്പം എൻ്റെയാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവും നമുക്ക് ആ ഫ്രണ്ടിനോട്. നമ്മൾ അത്രയും മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ട് എൻ്റെ ആണെന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. ആ ഒരു രീതിയിൽ ഓർത്താൽ മതി എൻ്റെ ഫ്രണ്ട്ലി അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഇത്രയും വേർഡ്സ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ബിയോമോണ്ടെ എന്താണ്? ഹൈ സൊസൈറ്റി ആണ്. എങ്ങനെയാ ഓർത്തെ? കാശുള്ളവനെ മോനെന്ന് വിളിക്കും, അല്ലാത്തവരെ പാലുണ്ണിന്ന് വിളിക്കും. ആ ഒരു ഡയലോഗ് ഓർത്താൽ മതി. ദെൻ കാർട്ടേ ബ്ലാഞ്ച്. അപ്പോൾ എന്താ? ബ്ലാങ്ക് ചെക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ വേണമെങ്കിലും എഴുതാനുള്ള കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടാവും എന്ന് ഓർത്താൽ മതി. ആൾട്ടർ ഈഗോ എന്താണ്? ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. അപ്പോൾ ഈഗോ ഉള്ളവരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിട്ട് വെക്കത്തില്ല എന്ന് ഓർത്താൽ മതി. അഡ്ഹോക്ക് എന്താ? ക്രിയേറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ്. ഇപ്പോൾ നമ്മൾ തുണിയൊക്കെ തൂക്കിയിടാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഹുക്ക് ഉണ്ടാക്കുന്ന കാര്യം ഓർത്താൽ മതി. അഡ്ഹോക്ക്. മാഗ്നം ഒപ്പസ് എങ്ങനെയാണ് ഓർത്തത്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഓഫ് ആൻ ആർട്ടിസ്റ്റ് റൈറ്റർ. അതായത് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമ്മൾ ഒപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ഓർത്താൽ മതി. അപ്പോൾ ഒപ്പസ്, മാഗ്നം ഒപ്പസ്. മിയാ കുൽപ്പ, ഐ ആം ടു ബ്ലെയിം. അപ്പം ഞാനാണ് ഞാനാണ് തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ ഓർത്താൽ കിട്ടും. പിന്നെ ടെറ്റെ പ്രൈവറ്റ് കോൺവെർസേഷൻ. എങ്ങനെയാണ് ഓർത്തെ? പ്രൈവറ്റ് കോൺവെർസേഷൻ അല്ലെ, രഹസ്യമായി സംസാരിക്കുന്നതൊക്കെ തെറ്റാണെന്ന് ഓർത്താൽ മതി. ടെറ്റെ. അടുത്തത് എൻറ്റെൻഡേ, ഫ്രണ്ട്ലി അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മൾ നന്നായി മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ട് എൻ്റെ ആണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എൻ്റെ കിട്ടിയോ? ഇത്രയും വേർഡ്സ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്ത വേർഡ്സ് നോക്കാം. അൽഫ്രെസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ഓപ്പൺ എയർ ആണ് കേട്ടോ. മീനിങ് എന്താണ്? ഇൻ ദ ഓപ്പൺ എയർ. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ടില്ലേ, നമുക്കിപ്പോൾ ഓപ്പൺ എയറിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വായു ശ്വസിക്കാം എന്നുള്ള രീതിയിൽ ഫ്രെസ്കോ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. അൽഫ്രെസ്കോ ഇൻ ദ ഓപ്പൺ എയറിൽ നിന്ന് കഴിഞ്ഞാൽ ഫ്രഷ് എയർ കിട്ടും എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അടുത്തത് ബില്ലറ്റ് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ലെറ്റർ എന്നുള്ളതാണ് കേട്ടോ അർത്ഥം. ബില്ലറ്റ് ഡോഗ്സ് എന്താണ്? ലവ് ലെറ്റർ. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ ലവ് ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രണയിക്കുന്ന സമയത്തെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ, നമ്മുടെ പ്രണയിക്കുന്ന ആളുടെ കൂടെയൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരുപാട് ബില്ലാവുന്നൊക്കെ ഓർത്താൽ മതി കേട്ടോ. ബില്ല്, ലവ് ലെറ്റർ ഓർക്കാൻ വേണ്ടി പറയുവാണ്. നമ്മൾ ലവ് ചെയ്യുന്ന ഒരാളുടെ കൂടെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബില്ലാവുന്ന ഓർത്താൽ മതി. ബില്ലറ്റ് ഡോഗ്സ്. അടുത്തത് ഡോൾസ് വിറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലൈഫ് ഓഫ് പ്ലെഷർ ആൻഡ് ലക്ഷറി ആണ് കേട്ടോ. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ടില്ലേ, പഴയ തമിഴ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? അതിൽ ചില നായകന്മാരൊക്കെ ഇല്ലേ, ഏതോ ഒരു സിനിമയിൽ ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു നായകൻ ഇങ്ങനെ ബൊമ്മയൊക്കെ വിറ്റിട്ടില്ലേ, ഡോൾസ് ഒക്കെ ഇങ്ങനെ വിറ്റിട്ട് ഭയങ്കര പണക്കാരനാവുന്ന, കാറൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടി വലിയ പണക്കാരനൊക്കെ ആവുന്ന ഒരു സീനൊക്കെ കണ്ടിട്ടുണ്ടോ? ഒരു സിനിമയിൽ കണ്ട ഒരു ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഓർത്താൽ മതി. ഡോൾസ് ഒക്കെ വിറ്റിട്ട് കേട്ടോ, ഡോൾസേ വിറ്റാന്നാണ്. അപ്പോൾ ഡോൾസ് ഒക്കെ വിറ്റിട്ട് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ലൈഫൊക്കെ വന്നു എന്നുള്ള രീതിയിൽ, സെറ്റായി എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഓർക്കാം കേട്ടോ. ഡോൾസേ വിറ്റ എ ലൈഫ് ഓഫ് പ്ലെഷർ ആൻഡ് ലക്ഷറി. അടുത്തത് എക്സ്ഗ്രേഷ്യ എന്ന് പറയുന്നത് ഗിവൺ ആസ് എ ഫേവർ ആണ് കേട്ടോ. ഗിവൺ ആസ് എ ഫേവർ. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു നല്ല കാര്യം, ഒരു ഫേവർ ചെയ്തു എന്ന് വിചാരിക്കാം. ഒരാൾക്ക് നമ്മൾ ഒരു ഫേവർ ചെയ്തു, അപ്പോൾ അവർ വിചാരിക്കുക എന്താ? നമ്മൾ ഭയങ്കര ഗ്രേറ്റ് ആണെന്ന് വിചാരിക്കും അല്ലേ. നമ്മൾ ഭയങ്കര ഗ്രേറ്റ് ആണെന്ന് വിചാരിക്കും. നമ്മൾ ഒരാൾക്ക് ഫേവർ ചെയ്യുമ്പോൾ അയാൾ വിചാരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഗ്രേറ്റ് ആണെന്ന് വിചാരിക്കും. അങ്ങനെ ഓർത്താൽ മതി. അടുത്തത് വിക്ടർ ല്യൂഡോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓവറോൾ ചാമ്പ്യൻ ഇൻ സ്പോർട്സ് കോമ്പറ്റീഷൻ കേട്ടോ. വിക്ടർ ല്യൂഡോറം എന്താണ്? ദ ഓവറോൾ ചാമ്പ്യൻ ഇൻ സ്പോർട്സ് കോമ്പറ്റീഷൻ. എങ്ങനെ ഓർക്കാൻ പറ്റുക? വിക്ടർ ല്യൂഡോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗെയിം അറിയാം അല്ലേ, ല്യൂഡോ ഗെയിം കളിക്കാറില്ലേ.
അപ്പോൾ ഈ ലുഡോയൊക്കെ കളിച്ചിട്ട് നമ്മൾ വിക്ടറി നമ്മൾ ജയിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളവിടെ ഒരു ചാമ്പ്യൻ ആകുകയല്ലേ, അതൊരു സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ വിക്ടർ ലുഡോറം ദ ഓവറോൾ ചാമ്പ്യൻ ഇൻ സ്പോർട്സ് കോമ്പറ്റീഷൻ. ഓക്കെ, അടുത്തത് ടൗ ഡി സ്യൂട്ട്. ടൗ ഡി സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് വൺസ് ആണ് കേട്ടോ, ഒരിക്കൽ. അറ്റ് വൺസ്, ടൗ ഡി സ്യൂട്ട് എന്താണ്, അറ്റ് വൺസ്. ഇത് ഓർക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ഈ കോട്ടും സ്യൂട്ടൊക്കെ ഇടുന്നത് ലൈഫിൽ ഒരിക്കലാണെന്നുള്ള രീതിയിൽ കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ സാധാരണ കാഷ്വലായിട്ട് ഇടുന്ന ഡ്രസ്സും സ്യൂട്ടൊക്കെ നമ്മൾ എപ്പോഴും ഇടുക, എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമൊക്കെ അല്ലേ ഇടത്തുള്ളൂ. അത്രയും വലിയ ഗ്രാൻഡ് ഫംഗ്ഷൻ ആണെങ്കിലും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഇടത്തുള്ളൂ. അപ്പോൾ അറ്റ് വൺസ്, ഒരിക്കലേ നമ്മൾ സ്യൂട്ടൊക്കെ ഇടുള്ളൂ എന്നുള്ള രീതിയിൽ, കോട്ടും സ്യൂട്ടൊക്കെ നമ്മൾ ഒരു തവണ ഇടുള്ളൂ എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അപ്പോൾ ടൗ ഡേ സ്യൂട്ട് അറ്റ് വൺസ്. അടുത്തത് ഇന്റർവ്യൂവേഴ്സ്. ഇന്റർവ്യൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ ലിവിങ് പേഴ്സൺസ് ആണ് കേട്ടോ, ബിറ്റ്വീൻ ലിവിങ് പേഴ്സൺസ് ആണ് ഇന്റർവ്യൂവോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിവോ എന്നുള്ളതിൽ നിന്നും ഞാൻ എടുത്തിരിക്കുന്നത് വിവാഹമാണ് കേട്ടോ, നമ്മുടെ വിവാഹം. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് എന്താണ്, രണ്ട് ലിവിങ് പേഴ്സൺസ് തമ്മിലല്ലേ വിവാഹം ചെയ്യുന്നത്. അപ്പോൾ വിവോസ് എന്ന് പറയുമ്പോൾ വിവാഹം ബിറ്റ്വീൻ ലിവിങ് പേഴ്സൺസ് ആണ് എന്നുള്ള രീതിയിൽ ഓർക്കാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, അൽഫ്രെസ്കോ ഇൻ ദ ഓപ്പൺ എയർ. അപ്പോൾ ഓപ്പൺ എയറിൽ നിന്ന് കഴിഞ്ഞാൽ ഫ്രഷ് എയർ കിട്ടുന്നുള്ള രീതിയിൽ ഫ്രെസ്കോ. ബില്ലറ്റ് ഡൗക്സ് എന്താണ്, ലവ് ലെറ്റർ. അപ്പോൾ ലവറിനെയും കൂടെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ബില്ലാവും എന്നുള്ള രീതിയിൽ ഓർക്കാം. ഡോൾസെ വിറ്റ, ലൈഫ് ഓഫ് പ്ലഷർ ആൻഡ് ലക്ഷറി. അപ്പോൾ ഡോൾസിനെയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ലൈഫൊക്കെ വരും എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം. അടുത്ത എക്സ്ഗ്രേഷ്യ, ഗിവൺ ആസ് എ ഫേവർ. നമ്മൾ ഒരാൾക്ക് ഫേവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രേറ്റ് ആണെന്ന് വിചാരിക്കും. അടുത്ത വിക്ടർ ലുഡോറം ദ ഓവറോൾ ചാമ്പ്യൻ ഇൻ സ്പോർട്സ് കോമ്പറ്റീഷൻ. അപ്പോൾ ലുഡോ കളിച്ച് കഴിഞ്ഞാൽ വിക്ടറി, നമുക്ക് ജയിക്കുമ്പോൾ അതൊരു ചാമ്പ്യൻഷിപ്പ് ആണെന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം. ടൗ ഡി സ്വീട്ട് എന്താ, അറ്റ് വൺസ്. നമ്മൾ പറഞ്ഞു സ്യൂട്ടൊക്കെ ഇടുന്നത് നമ്മൾ ഒരിക്കലൊക്കെ ഇടത്തുള്ളൂ എന്നുള്ള രീതിയിൽ. ഇന്റർവ്യൂവേഴ്സ് ബിറ്റ്വീൻ ലിവിങ് പേഴ്സൺസ്, നമ്മൾ വിവാഹമൊക്കെ ചെയ്യുന്നത് ലിവിങ് പേഴ്സൺസ് തമ്മിലാന്നുള്ള രീതിയിൽ വിവോസ് വിവാഹമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ടാബുല രസ. ടാബുല രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ സ്ലേറ്റ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ടാബുല രസ എന്താണ്, ക്ലീൻ സ്ലേറ്റ്. ഇതെങ്ങനെ നമുക്ക് ഓർക്കാൻ വേണ്ടി പറ്റുക, ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്ലേറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കുഞ്ഞു പിള്ളേർ എഴുതുന്ന സ്ലേറ്റ് അല്ലെങ്കിൽ നമ്മൾ ടാബൊക്കെ യൂസ് ചെയ്തില്ലേ, അതൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കുമ്പോഴല്ലേ നമുക്ക് കാണാനായിട്ട് ഭയങ്കര രസം ഉണ്ടാവുക. ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ടാബിലെ രസ, ക്ലീൻ സ്ലേറ്റ് അല്ലേ, സ്ലേറ്റൊക്കെ നമ്മൾ ക്ലീൻ ആയിട്ട് വെച്ചിരുന്നാലാണ് നമുക്ക് കാണുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ടാബിലെ രസ, ക്ലീൻ സ്ലേറ്റ്. ടോർ ഡി ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ പീസ് എന്നാണ് കേട്ടോ. ടോർ ഡി ഫോഴ്സ് എന്താണ്, മാസ്റ്റർ പീസ്. എങ്ങനെ ഓർക്കുന്നേ, ഇവിടെ ടോർ ഡി ഫോഴ്സ് ആണല്ലോ. അപ്പോൾ ഈ ടോർ എന്നുള്ളത് നമുക്ക് ടൂർ, നമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ പോകത്തില്ലേ, ആ ഒരു ടൂറായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ടൂറൊക്കെ പോകാനായിട്ട് നമ്മുടെ മാസ്റ്ററൊക്കെ നമ്മളെ ഒരുപാട് ഫോഴ്സ് ചെയ്യും നോർത്താൽ മതി. ടൂർ പോകണം, നിങ്ങൾ മസ്റ്റായിട്ടും സ്റ്റഡി ടൂറാണ് എന്തായാലും പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഫോഴ്സ് ചെയ്യത്തില്ലേ. അപ്പോൾ മാസ്റ്ററാണ് നമ്മളോട് ടൂർ പോകാനായിട്ട് ഫോഴ്സ് ചെയ്യാന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അപ്പോൾ ടൂർ ഡി ഫോഴ്സ് എന്താണ്, മാസ്റ്റർ പീസ്. അടുത്തത് ഡി നോവോ മീൻസ് എഗെയിൻ ആണ്, വീണ്ടും എഗെയിൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ നോവോ എന്ന് പറയുമ്പോഴേ ഈ നോവുന്ന കാര്യങ്ങളില്ലേ, നമ്മളെ നോവിപ്പിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമോ, ഇല്ല. അപ്പോൾ എഗെയിൻ അത് വേണ്ട എന്നുള്ള രീതിയിലാണ്. വീണ്ടും നമ്മൾ വരണമെന്ന് ആഗ്രഹിക്കില്ല അല്ലേ, നോവിപ്പിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കില്ല എന്നുള്ള രീതിയിൽ ഡി നോവോ എഗെയിൻ എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. അടുത്തത് അബിനിഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് ആണ്, ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ ആരംഭം എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അത് വേർഡിൽ തന്നെ ഉണ്ട്, അബിനിഷോ. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, അപ്പോൾ ആരംഭം എന്നുള്ളൊരു മീനിങ് അല്ലേ. അപ്പോൾ അബിനിഷോ ഫ്രം ദ ബിഗിനിങ്. അടുത്തത് പ്രോറേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ പ്രൊപ്പോർഷൻ ആണ് കേട്ടോ. പ്രോറേറ്റ എന്താണ്, ഇൻ പ്രൊപ്പോർഷൻ. അത് പഠിച്ചു വെക്കുക, പ്രോ വെച്ചിട്ട് തന്നെയാണ്, പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പോൾ ടാബുല രസ, ക്ലീൻ സ്ലേറ്റ്. ഇങ്ങനെ ഓർത്തെ, സ്ലേറ്റ് ക്ലീൻ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ രസമാണെന്ന് ഓർക്കാം. ടൂർ ഡി ഫോഴ്സ്, മാസ്റ്റർ പീസ്. അപ്പോൾ മാസ്റ്ററാണ് നമ്മളെ ടൂർ പോകാൻ ഫോഴ്സ് ചെയ്യാന്ന് ഓർത്താൽ മതി. ഡി നോവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ആണ്. അപ്പോൾ നോവുന്ന കാര്യങ്ങൾ നമുക്ക് എഗെയിൻ വരുന്നത് ഇഷ്ടമല്ല എന്ന് ഓർത്താൽ മതി. ദെൻ അബ് ഇനിഷ്യോ എന്ന് പറയുമ്പോൾ ഫ്രം ദ ബിഗിനിങ്, ഇനീഷ്യൽ എന്ന് ഓർത്താൽ മതി. പ്രൊറേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ പ്രൊപ്പോർഷൻ ആണ്, പ്രൊപ്പോർഷൻ വെച്ചിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഫോറിൻ വേർഡ്സ് എന്ന് പറയുന്നത്. ഒരുപാട് ഫോറിൻ വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോറിൻ വേർഡ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വളരെ സീരിയസ്നെസ്സോടുകൂടെ തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്